അപ്പോൾ ഇവിടെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് നാം എവിടെയായിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 1-2 അധ്യായങ്ങളിൽ പറഞ്ഞത് നാം ആരായിരിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളാണ്. നമ്മൾ ദൈവത്തിൻ്റെ കൊച്ചു കൊച്ചു ആലയങ്ങളാണ്. നമ്മൾ ദൈവത്തിൻ്റെ പുരോഹിതന്മാരാണ്. 2-3 അനാലജി അതിനകത്തുണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ആലയത്തിൻ്റെ അനാലജി. ആ ആലയത്തിൻ്റെ അനാലജി പ്രകാരം നോക്കിയാൽ നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിൻ്റെ കൊച്ചു കൊച്ചു ആലയങ്ങളാണ്. അപ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ പുരോഹിതന്മാരുമാണ്. രണ്ടാമത്തെ അനാലജി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കുടുംബം. ആ ദൈവത്തിൻ്റെ കുടുംബത്തിലെ വ്യക്തികളാണ് നമ്മൾ. ദൈവഭവനത്തിലുള്ള ആളുകളാണ് നമ്മൾ മക്കളാണ്. നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളാണ്. ക്രിസ്തുവിന് കൂട്ടവകാശികളാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജ്യേഷ്ഠ സഹോദരനും പിതാവായ ദൈവം നമ്മുടെ പിതാവും നമ്മളെല്ലാവരും തമ്മിൽ സഹോദരി സഹോദരന്മാരുമാണ്. പിന്നെ ദൈവരാജ്യത്തിൻ്റെ അനാലജി. അതിനകത്ത് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരാണ്. ദൈവമാണ് ആ രാജ്യത്തിൻ്റെ കർത്താവ്, പ്രഭു, രാജാവ്. കർത്താവായ യേശു ക്രിസ്തു ദൈവത്താൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട പ്രഭുവാണ്, രാജാവാണ്. അപ്പോൾ നമ്മളെല്ലാവരും ദൈവരാജ്യത്തിലെ അംഗങ്ങളും കൂട്ടവകാശികളും അതിലെ ദൈവത്തിൻ്റെ പൗരന്മാരും ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരും രാജാക്കന്മാരും കൊച്ചു കൊച്ചു രാജാക്കന്മാരുമാണ്. നമ്മൾ രാജാക്കന്മാരുമാണ്, പുരോഹിതന്മാരുമാണ്. അങ്ങനെ അത് രണ്ടും കൂടെ ചേർത്താണ് അവർ രാജകീയ പുരോഹിത വർഗം എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ ദൈവമക്കൾക്ക് ദൈവം തരുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടാണ്. ഈ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ച എന്ന് പറയുന്നത് ദൈവാലയത്തിലാണ് ദൈവത്തിൻ്റെ കൃപ ഉണ്ടാവുക. ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കൃപയും ദൈവം ചൊരിയുന്നത് ദൈവാലയത്തിലാണ്. പഴയ നിയമത്തിൽ കൃപാസനം എന്ന് പറയുന്ന സ്ഥലം ദൈവാലയത്തിൻ്റെ ഏറ്റവും അകത്തെ അതിവിശുദ്ധ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നത്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ആ സ്ഥലത്തിൻ്റെ വെളിച്ചം. അതുകൊണ്ട് അവിടെ വേറെ വെളിച്ചങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇരുട്ട് മാതിരിയാണ് ആ സ്ഥലം. പക്ഷെ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ള വിശ്വാസം കാരണം വേറൊരു വെളിച്ചവും അവിടെ ഇല്ല. ദൈവമാണ് അവിടുത്തെ വെളിച്ചം. ആ കൃപയുടെ, ദൈവത്തിൻ്റെ അത്യന്തം കൃപയുടെ, ആ വലിയ കൃപയുടെ, മഹാദയയുടെ, മഹാകൃപയുടെ റെസിപ്പിയൻസ് ആണ് ഇസ്രായേൽ മക്കളും അവരോടൊപ്പം നമ്മളും. പഴയ നിയമത്തിലെ കൃപയാലാണ് ദൈവം ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്തത്. ഡ്യൂട്ടറോണമി 7-ാം അധ്യായത്തിൽ, ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൽ കർത്താവ് വ്യക്തമായി ഇസ്രായേലിനോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ചുറ്റുമുള്ള ജനങ്ങളെക്കാളും ശ്രേഷ്ഠരായതുകൊണ്ടല്ല ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്, ദൈവം നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്. അത് പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലും ഇസ്രായേലിന് ദൈവവുമായിട്ട് ബന്ധമുണ്ടാകുന്നതും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുണയും നിമിത്തമാണ്. ആ ദൈവിക ഉടമ്പടി ഉടലെടുക്കുന്നത്.
ആ കൃപയിലും കരുണയിലും അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാമിന് ശേഷം വന്ന ഇസ്രായേൽ മക്കൾ വിശ്വസിച്ചു. അങ്ങനെയാണ് ആ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടത്, വിശ്വാസത്താൽ. പിന്നെ ആ ഉടമ്പടിക്കകത്ത് വിശ്വസിച്ച ഈ ദൈവമക്കൾ, അവർ രാജകീയ പുരോഹിത വർഗം, അവർ ദൈവത്തിൻ്റെ പ്രജ എന്ന് വിളിക്കപ്പെട്ടു. അവർ ചെയ്യേണ്ടിയിരുന്നത് ദൈവത്തോട് വിശ്വസ്തത കാണിക്കുക, പരസ്പരം വിശ്വസ്തത കാണിക്കുക. ആ മ്യൂച്വൽ ആയിട്ടുള്ള വിശ്വസ്തതയ്ക്കകത്താണ് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നത്. എന്നുവെച്ചാൽ രണ്ടുപേരും, ദൈവവും മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസ്തരായിരിക്കുമ്പോൾ വെളിപ്പെടുന്ന ഒരു സംഗതിയാണ് ദൈവനീതി. ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും സ്വയം നീതിയായിരുന്നു. നമുക്കെല്ലാവർക്കും ക്രിസ്തു മുഖാന്തരം ലഭിക്കുന്ന ക്രിസ്തു നീതിയാണ്, ക്രൈസ്റ്റ് റൈച്ചസ്നെസ്സും സെൽഫ് റൈച്ചസ്നെസ്സും. അങ്ങനെ ഒരു ഡിവിഷൻ ബൈബിളിലില്ല. അത് തെറ്റായ ഒരു ഡിവിഷനാണ്. സെൽഫ് റൈച്ചസ്നെസ്സോ ക്രൈസ്റ്റ് റൈച്ചസ്നെസ്സോ എന്നുള്ളതല്ല അവിടുത്തെ പ്രധാന ഡിവിഷൻ തന്നെ. ആ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഉണ്ടായിരുന്നത് ഫേക്ക് റൈച്ചസ്നെസ് ആണ്. ഫേക്ക് റൈച്ചസ്നെസ്, പുറമേ ഒരു കാണിക്കൽ മാത്രം, അകത്തുനിന്ന് അവർക്ക് ദൈവനീതി ഉണ്ടായിരുന്നില്ല. അവർ ദൈവത്തോട് വിശ്വസ്തത കാണിച്ചില്ല. ഞാൻ പല രീതിയിൽ അത് കഴിഞ്ഞ വീഡിയോകളിൽ എക്സ്പ്ലെയിൻ ചെയ്തു. എങ്ങനെയൊക്കെയാണ് പരീശന്മാരും ശാസ്ത്രിമാരും യേശുക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന യഹൂദന്മാർ ഏതൊക്കെ രീതിയിലാണ് ദൈവവുമായുള്ള അവരുടെ ബന്ധം, തെറ്റിക്കിടക്കുന്ന ബന്ധത്തെ നന്നാക്കാൻ ശ്രമിച്ചത്, എന്നാൽ അത് കൂടുതൽ വഷളാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്. ദൈവവുമായിട്ട് അവർക്ക് നല്ല ബന്ധമില്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിയില്ല, ഹൃദയപൂർവ്വമല്ല അവർ ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്. അവരോരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, അവർക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ നല്ല നിയമങ്ങളാകുന്നു. മറ്റുള്ളവർ അത് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യത കുറവുള്ള, അല്ലെങ്കിൽ അവർ ശരിയായ രീതി അവർക്ക് പാലിക്കാൻ കഴിയാത്ത ആ നിയമങ്ങൾ അത് കർശനമാക്കുന്നു, അവരൊഴിവാക്കുന്നു. അവരെക്കാളും ഞങ്ങൾ മെച്ചപ്പെട്ടവരാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഫേക്ക് റൈച്ചസ്നെസ്. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ വെള്ളത്തേച്ച ശവക്കല്ലറയാണ്. ശവക്കല്ലറ പുറമേ നോക്കുമ്പോൾ നല്ല വെള്ളയാണ്, പക്ഷെ ഉള്ളിൽ മുഴുവനും ഉണങ്ങിയ അസ്ഥികളാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്തൊന്നുമില്ല. ആ അതിവൃക്ഷത്തിൻ്റെ അവസ്ഥ മാതിരിയാണ്. പുറമേ നോക്കുമ്പോൾ നല്ല ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഫലമൊന്നുമില്ല. ദൈവത്തെ വരെ കബളിപ്പിക്കുകയാണ് നിങ്ങൾ എന്നാണ് കർത്താവ് പരീശന്മാരും ശാസ്ത്രിമാരും യഹൂദന്മാരുടെ പുരോഹിതന്മാരും അടങ്ങുന്ന റിലീജിയസ് ജ്യൂസ് എന്ന് പറയുന്ന കൂട്ടരോട് പറഞ്ഞത്. അപ്പോൾ അവരുടെ റൈച്ചസ്നെസ് എന്ന് പറയുന്നത് ദൈവവുമായുള്ള ബന്ധത്തിൽ അവർക്ക് വാസ്തവത്തിൽ വിശ്വസ്തതയൊന്നുമില്ല. ഒരു കാണിക്കാൻ വേണ്ടിയുള്ള ഒരു നീതി, കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വിശ്വസ്തത. അത് സെൽഫ് റൈച്ചസ്നെസ് അല്ല, അത് ഫേക്ക് റൈച്ചസ്നെസ് ആണ്. ആ ഡിഫറൻസ് മനസ്സിലുണ്ടാവണം കേട്ടോ. ഫേക്ക് റൈച്ചസ്നെസ് ആണ്. ഇനി ഒരു വ്യക്തി ദൈവഭാഗത്തിലേക്ക് വന്നു, അബ്രഹാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നു, ദൈവത്തോട് അബ്രഹാം വിശ്വസ്തത പുലർത്തുന്നു, മറ്റു മനുഷ്യരോടും അബ്രഹാം വിശ്വസ്തത പുലർത്തുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അബ്രഹാം നല്ല മനസ്സാക്ഷിയിലാണ് ഇരിക്കുന്നത്. ദൈവത്തെ അബ്രഹാം അനുസരിക്കുന്നു, ദൈവം അത് വിശ്വസ്തതയായി കണക്കിടുന്നു. ദൈവം അബ്രഹാമിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശ്വസ്തത. ആ രണ്ട് കൂട്ടരും തമ്മിൽ, ദൈവവും മനുഷ്യരും തമ്മിലുള്ള വിശ്വസ്തതയ്ക്കകത്ത്, മനുഷ്യരും പരസ്പരമുള്ള വിശ്വസ്തതയ്ക്കകത്താണ് ദൈവനീതി എന്ന് പറയുന്ന ഒരു സംഗതി വെളിപ്പെടുന്നത്. ഇവർ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നീതിമാന്മാരാണ്, അഥവാ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇവർ കറക്റ്റാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. യു ആർ റൈറ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അതാണ് ആ റൈറ്റസ്നെസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ഡിക്കയോ സൂനെ തെവ് എന്ന് പറയുന്നൊരു വാക്ക്, ഒരു ഫ്രേസ് പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പല പ്രാവശ്യം ഉപയോഗിക്കാറുണ്ട്. അത് പല രീതിയിലും തെറ്റിദ്ധരിക്കപ്പെട്ട് കഴിഞ്ഞു. ചില ആളുകൾ അതിനെ ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു മുഖാന്തരം ലഭിക്കുന്ന നീതി എന്നാക്കി തീർത്തു, കൃപയാലുള്ള നീതി. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വെച്ചിരിക്കുന്നത് സ്വന്തം പ്രവൃത്തി കൊണ്ട് കിട്ടുന്ന സ്വയം നീതി. അങ്ങനെ ഒരു ഡിഫറൻസ് അവിടെ ഇല്ല. അവിടെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഒരു കൂട്ടം ജനങ്ങൾ അവർ നീതിമാന്മാരാണെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു, എന്നാൽ വാസ്തവത്തിൽ ഉള്ളുകൊണ്ട് അവർ നീതിമാന്മാരായിരുന്നില്ല. അത് സെൽഫ് റൈച്ചസ്നെസ് അല്ല, അത് ഫേക്ക് റൈച്ചസ്നെസ് ആണ്. അവരുടെ പരിശ്രമം അതിനകത്തുണ്ട്, പക്ഷെ ആ പരിശ്രമവും ശരിയായ പരിശ്രമമല്ല, ഉള്ളിൽ നിന്നല്ല അത് വരുന്നത്.
അതൊരു കാണിക്കൽ മാത്രമാണ്. അതിനെയാണ് പൗലോസ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും കൃപയാൽ വിശ്വാസം മൂലം തന്നെയാണ് രക്ഷ. അതുകൊണ്ടാണ് പൗലോസ് അബ്രഹാമിൻ്റെ ഉദാഹരണം എടുത്തിട്ട് പറയുന്നത്. അവിടെയും കൃപയാൽ വിശ്വാസം മൂലമാണ് നടന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവം തോറ കൊടുത്തത്, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ആ നിയമ ഉടമ്പടിയുടെ പുസ്തകം കൊടുത്തത് കൃപയാലാണ്. യോഹന്നാൻ പലപ്പോഴും ബൈനറീസിലാണ് സംസാരിക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി. അപ്പോൾ യോഹന്നാൻ പറയും, തൗറ ആരിൽ കൂടെ വന്നു? മോശയിൽ കൂടെ വന്നു. എന്നാൽ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അപ്പോൾ ചില ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് വേറെയും കൃപയും സത്യവും വേറൊരു സംഗതി, ഇത് രണ്ടും തമ്മിൽ ഫൈറ്റ് നടക്കത്തക്ക രീതിയിൽ ഇരുട്ടും വെളിച്ചവും മാതിരിയാക്കി വെച്ചിട്ട് അതിനെ വ്യാഖ്യാനിക്കും. പക്ഷെ വാസ്തവത്തിൽ നിങ്ങൾ ആ അധ്യായം പഠിക്കുകയാണെങ്കിൽ, അത് ഞാൻ ഇംഗ്ലീഷിൽ നന്നായിട്ട് അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇംഗ്ലീഷിലുള്ള ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലും ചെറുതായിട്ട് ഞാനിവിടെ ശ്രമിക്കാം. കൃപയും സത്യവും നിറഞ്ഞവനായി യേശുക്രിസ്തു വന്നു എന്ന് പറയുമ്പോൾ, ഈ കൃപയും സത്യവും എന്ന് പറയുന്നത് കുറച്ച് മുന്നത്തെ വാക്യത്തിൽ നമ്മൾ നോക്കിയാൽ ദൈവ സാന്നിധ്യത്തെ, യഹൂദന്മാരുടെ ആലയത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രസൻസ് വന്നില്ലേ, ദൈവത്തിൻ്റെ സാന്നിധ്യം, അതിനെയാണ് ഈ കൃപയും സത്യവും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ന്യായപ്രമാണം എന്ന് പറയുന്നത് തോറ, ആ പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ. അപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ മുഴുവൻ പാരഡൈം, ഞാൻ പറഞ്ഞില്ലേ, അവർ ഒരു ഉടമ്പടി, ദൈവമായിട്ടുള്ള ഉടമ്പടിയിലാണ് വിശ്വസിക്കുന്നത്. ആ ഉടമ്പടിക്ക് ഒരു ഗ്രന്ഥമുണ്ട്, ആ ഉടമ്പടിയെ സ്ഥിരീകരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. തൗറയും ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, അതിനെ അവർ ടാബർനാക്കിളിംഗ് പ്രസൻസ് എന്ന് പറയും. അപ്പോൾ ഈ ടാബർനാക്കിളും തൗറയും, അഥവാ തൗറയും ടെമ്പിളും, ഇത് രണ്ടുമാണ്, ഈ 2 T ആണ് യഹൂദന്മാരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അവരോടാണ് യോഹന്നാൻ സംസാരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ പറയാണ്, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ഉള്ള ദൈവാലയമാണ് പ്രപഞ്ചം. ആ പ്രപഞ്ചമാകുന്ന ദൈവാലയത്തിനകത്ത് ദൈവം പല സ്പേസുകൾ ഉണ്ടാക്കി, അതിനകത്ത് പല ജീവജാലങ്ങളെ നിറച്ചു. ഒടുവിൽ അതിൻ്റെ ഏറ്റവും നടുക്കായിട്ട് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വഭാവവും സ്വരൂപവുമാകുന്ന സ്നേഹവും ജീവനും അവിടെ പ്രദർശിപ്പിക്കാനും, ആ സ്നേഹത്തിലും ജീവനിലും മറ്റുള്ളതിനെ എല്ലാം സംരക്ഷിക്കാനായിട്ട് ദൈവം അവരെ ആക്കി വെച്ചു. ചുറ്റുമുള്ള എല്ലാ ജാതികൾക്കും എല്ലാ ജനതകൾക്കും ദൈവാലയങ്ങളുണ്ട്. എന്നാൽ അവരുടെ ദൈവാലയം പോലെയല്ല ദൈവത്തിൻ്റെ ആലയം. നമ്മുടെ ദൈവത്തിൻ്റെ ആലയം, നമ്മുടെ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ്. ആ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ ആലയം. അവർക്കൊക്കെ ഒരു ആലയമാണ്. ആ ആലയത്തിൻ്റെ ഷേപ്പിനകത്ത് അവർ കുറേ സ്പേസുകളുണ്ട്. ആ സ്പേസിനകത്ത് അവർ ഓരോ സാധനങ്ങൾ നിറച്ചിരിക്കുന്നു. അതൊക്കെ പ്രതീകാത്മകമായി അവർ ചെയ്യുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഏറ്റവും നടുക്ക് കൊണ്ടുപോയിട്ട് അവർ വെക്കുന്നത് ഒരു പ്രതിമയാണ്. അതിന് ജീവനില്ലാത്തതാണ്. എന്നാൽ ദൈവം വെച്ചിരിക്കുന്ന പ്രതിമ എന്ന് പറയുന്നത് ജീവനുള്ള മനുഷ്യനാണ്. ആ ജീവനില്ലാത്ത ആ പ്രതിമ മറ്റ് ജാതിക്കാരൊക്കെ അതിനെ വെച്ചിട്ട് ആരാധിക്കുമ്പോൾ, അതിൻ്റെ ഇടയ്ക്കുള്ള സൂര്യനെയും ചന്ദ്രനെയൊക്കെ അവർ ദൈവത്തിന് സമമാക്കി, ദൈവത്തോളം ഉയർത്തി മറ്റ് ജീവജാലങ്ങളെയൊക്കെ അവിടെ വെച്ചിട്ട് അതിനെയൊക്കെ ആരാധിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം എഴുതിയ, അതൊരു കവിതയാണ്, 1-ാം അധ്യായം. ആ കവിത എഴുതിയ മോശയാണെങ്കിൽ മോശെ, അല്ല വേറൊരു വ്യക്തിയാണെങ്കിൽ വേറൊരു വ്യക്തി, അതവിടെ എല്ലാവരും മെമ്മറൈസ് ചെയ്ത് പാടിക്കൊണ്ടിരുന്നൊരു പാട്ടാണ്. ആ പാട്ട് എഴുതിയ ആ വ്യക്തികൾ പറയുന്നത്, നമ്മുടെ ദൈവം യഹോവ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ്. ഈ പ്രപഞ്ചം മുഴുവൻ അവൻ്റെ ദൈവാലയമാണ്. ഈ നമ്മൾ കാണുന്ന പക്ഷി, മൃഗങ്ങൾ, ഈ സൺ, മൂൺ, സ്റ്റാർസ്, ഇതെല്ലാം അവൻ്റെ സൃഷ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് സണ്ണും മൂണും സ്റ്റാർസും ഒക്കെ 1-ാമത്തെ ദിവസം ഇല്ല, 4-ാമത്തെ ദിവസത്തിലാണ് സൂര്യനും ചന്ദ്രനും സ്റ്റാറും ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ദിവസം തന്നെ നമ്മൾ നിർണ്ണയിക്കുന്നത് സൂര്യനെയും ചന്ദ്രനെയും വെച്ചിട്ടല്ല. ഇവർക്ക് സയൻറ്റിഫിക് ബോധമൊന്നുമില്ല, ഒട്ടുമില്ല എന്ന് നമ്മൾ വിചാരിക്കും. ഒരു സയൻസിന് വേണ്ടിയിട്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമല്ല അത്. ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ഹിതം, ദൈവികമായ കാര്യങ്ങൾ
ഒരു സമൂഹത്തോട് ദൈവം പറയാനായിട്ട് ഉപയോഗിച്ചൊരു മാധ്യമമാണത്.